നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ഒരുപാട് തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പുതിയൊരു ഭീഷണിയുമായിട്ട് ട്രംപ് രംഗത്തെത്തുകയുണ്ടായി. ഇസ്രയേൽ ഹമാസ് കൈവശം വെച്ചിട്ടുള്ള എല്ലാ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഹമാസ് ചുട്ട് ചാമ്പലാക്കുമെന്നുള്ള ഭീഷണിയാണ് ഇപ്പോൾ ട്രംപ് ഉയർത്തിയിരിക്കുന്നത്. അത് മുന്നേയും ഇതുപോലുള്ള ഭീഷണികൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഹമാസ് അതിൻ്റെ അകത്തൊന്നും വീഴാതെ അല്ലെങ്കിൽ ആ വെല്ലുവിളി അതുപോലെ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. വീണ്ടും ട്രംപ് ഇതുപോലെ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വന്നിട്ട് ഇത് അവസാന വാണിംഗ് ആണ്, ഇനി വിട്ട് നൽകിയില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എല്ലാ പരിണിത ഫലങ്ങളും നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും, അതുപോലെ തന്നെ ബന്ദികളെ എല്ലാം തിരിച്ചയക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹം ശരിക്കും ഒരു പേഴ്സണൽ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഹമാസിനെ തകർക്കുക എന്നുള്ളതാണ്. അപ്പം നെതന്യാഹുവിൻ്റെ ഒപ്പം കൂടിയിട്ട് ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നതാണ് ട്രംപിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഗാസയിലെ നിവാസികളെ ഒഴിപ്പിക്കാനും അവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് മൈൻഡിൽ ബിസിനസ്മാൻ്റെ മൈൻഡിലുള്ള പദ്ധതികൾ ഉല്ലാസ കേന്ദ്രമാക്കാനൊക്കെ ട്രംപ് പദ്ധതി ഇടുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു ഭീഷണിയുമായിട്ട് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ഗാസയിലുള്ള ആളുകളെ ഒഴിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മുന്നേ തന്നെ ട്രംപ് അധികാരത്തിലേറുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഉച്ചകോടിയിലൊക്കെ ആയാലും അതിനൊരു സപ്പോർട്ട് കിട്ടാതെ ട്രംപ് ഒറ്റയ്ക്കാവുന്ന ഒരു അവസ്ഥയായിരുന്നു. ട്രംപിന്റെ ആ പ്രഖ്യാപനത്തിൽ ആകെ ട്രംപിനൊപ്പം നിന്നത് ഇസ്രയേൽ മാത്രമായിരുന്നു. അപ്പം അറബ് രാജ്യങ്ങളൊന്നും തന്നെ ഗാസയിലെ ജനങ്ങളുടെ അവിടെ നിന്ന് പുറത്താക്കുന്നതിനോ അവരെ ആ ഒരു ഗാസ ട്രംപ് ഏറ്റെടുക്കുന്നതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം ആകെ ട്രംപിന് ഒരു പിന്തുണ നൽകുന്നത് ഇസ്രയേൽ നെതന്യാഹു മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്, ഈ ഒരു ഭീഷണിയിൽ പറയുന്നുണ്ട് ഇസ്രയേലിന് എനിക്ക് ആവശ്യമായിട്ടും അല്ലെങ്കിൽ ഈ അമേരിക്കയ്ക്ക് നൽകാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള യുദ്ധോപകരണങ്ങളും ആ ഒരു കാര്യത്തിലൊക്കെ അമേരിക്ക വൻ ശക്തിയാണ്. അവർക്ക് സൈനിക ബലമുണ്ട്, അല്ലാതെ ആണവായുധങ്ങളുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലും ഒരു വൻ ശക്തിയായിട്ട് നിൽക്കുമ്പോൾ അവരെ അതെല്ലാം ഇസ്രയേലിന് വേണ്ടി നൽകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെ, ഇപ്പോഴും ട്രംപ് ഇപ്പം നമ്മൾക്കറിയാം ട്രംപ് അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞിരുന്ന കാര്യം ലോകത്ത് സമാധാനം സ്ഥാപിക്കും, യുദ്ധങ്ങൾ ഇല്ലാതാക്കും, പാലസ്തീൻ ഇസ്രയേൽ തമ്മിലുള്ള യുദ്ധം അതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ എന്നിട്ട് പോലും ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ഇസ്രയേലിൽ ടൺ കണക്കിന് ബോംബുകളാണ് അമേരിക്ക സഹായമായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ യുദ്ധം ഇല്ലാതാക്കാനല്ല കൂടുതലും ട്രംപ് ശ്രമിക്കുന്നത്. വീണ്ടും വീണ്ടും യുദ്ധം കൂടുതൽ സംഘർഷങ്ങളിലേക്കാണ് ട്രംപിന്റെ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. പക്ഷെ വേറൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ബൈഡനോടുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ കാരണമാണെന്ന് നമുക്ക് പറയാം. ബൈഡൻ എന്താണോ അവിടെ നിർത്തിവെച്ചിട്ടുള്ളത് അത് തന്നെ തുടങ്ങുക എന്ന രീതിയിൽ ട്രംപിന്റെ നീക്കങ്ങൾ, അതായത് ഒരുപാട് ഒരു വലിയൊരു ആണവായുധം അല്ലെങ്കിൽ അതുപോലെ ആ ഒരു സ്ഥലത്തിനെ ആ ഒരു പ്രദേശത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ കഴിയുന്ന പ്രഹരശേഷിയുള്ള ഒരു ബോംബ് നിരോധിച്ചിട്ടുണ്ടായിരുന്നു ബൈഡൻ. പക്ഷെ ഈ അതായത് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമേ അതിനൊരു അനുമതി കൊടുക്കുകയായിരുന്നു. ആ ഒരു ശേഷിയുള്ള ആ ഒരു പ്രഹരശേഷിയുള്ള ആ ഒരു ബോംബിനെ കുറിച്ചിട്ട് പിന്നീട് നമ്മൾ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ അതൊന്ന് പതിച്ചു കഴിഞ്ഞാൽ എത്രയോ കിലോമീറ്ററോളം ആ ഒരു സ്ഥലം ഇല്ലാതാവുകയെന്നാണ് പറയുന്നത്. അതിനെ എഫക്റ്റ് ചെയ്യുന്നത് ആളുകളുടെ കയ്യും കാലുകളും ചിതറിപ്പോവാൻ മാത്രമുള്ളൊരു അത്രയും എഫക്റ്റ് ഉണ്ട് ആ ഒരു ബോംബിന്. അപ്പോൾ അതിനൊക്കെയാണ് ട്രംപ് അനുമതി കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവും ഇതൊരു യുദ്ധം അവസാനിപ്പിക്കുക എന്നതല്ല ട്രംപിന്റെ ലക്ഷ്യം. എങ്ങനെയായാലും യുദ്ധം അവസാനിപ്പിക്കുക എന്നതല്ല ലക്ഷ്യം, അതിനെ വീണ്ടും വീണ്ടും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പം നമുക്കറിയാം ഇസ്രയേൽ ഗാസയിൽ നടത്ത കൂട്ടക്കുരുതി എത്രമാത്രം വലിയ രീതിയിൽ അത് പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ഇല്ലാതാക്കുന്ന രീതിയിലായിരുന്നു സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലാണ് ഒരു മനസാക്ഷി എന്ന് പറയുന്ന ഒരു തരത്തിലോട്ടും ഒരു രീതിയിലും ട്രംപോ നെതന്യാഹു ഒന്നും കൈക്കൊണ്ടിട്ടില്ല. കാരണം പിഞ്ചു കുഞ്ഞുങ്ങളാണ്, ജനിച്ചിട്ട് 1-2 ദിവസങ്ങൾ മാത്രമുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇസ്രയേൽ നടത്തിയ യുദ്ധത്തിലും. അതുപോലെ തന്നെ അവർക്കുള്ള ഒരു ധനസഹായം എല്ലാം ട്രംപ് ഇല്ലാതാക്കി. അപ്പോൾ അത് കാരണം തന്നെ അതിശയത്യം കാരണം തന്നെ ഗാസയിൽ കുഞ്ഞുങ്ങൾ മരണപ്പെട്ട വാർത്ത നമ്മൾ അറിഞ്ഞതാണ്. കാരണം അപ്പം അത്രയും ക്രൂരമായിട്ടാണ് ട്രംപും നെതന്യാഹുവും കൂടെ ചേർന്ന് ഗാസയിൽ നടത്തിയത്. അപ്പോൾ വീണ്ടും അവരെ ആക്രമണത്തിന് യുദ്ധത്തിനൊക്കെ ഏർപ്പെടുത്തുന്നത് കൂടാതെ തന്നെ വീണ്ടും ആ ഗാസ ഏറ്റെടുത്ത് അവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് ഉല്ലാസ കേന്ദ്രമാക്കാനുള്ളൊരു പദ്ധതിയും കൂടെ ട്രംപ് മുന്നോട്ട് വെക്കുകയാണ് ഇപ്പം. പക്ഷെ തുടക്കത്തിലൊക്കെ ഹമാസ് ഇതിനെ തിരിച്ചടിക്കുന്ന വിധത്തിലായിരുന്നു ഹമാസ് നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് ട്രംപിന്റെ ഒരു തരത്തിലുള്ള ഭീഷണിയിലൊന്നും തന്നെ പതറാത്ത ഒരു ഹമാസ് ഇപ്പോഴും അവർ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ടാവണം ട്രംപിന്
കൂടുതലായിട്ട് വാശി പക്ഷെ വന്നിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹമാസിലെ തലവന്മാരാണ്, അധികം തലവന്മാരൊന്നും ഇപ്പോൾ ഇല്ല. കാരണം പൂർണ്ണമായിട്ട് ഇപ്പം അറബ് രാജ്യങ്ങളാണെങ്കിൽ പോലും ഹമാസിനെ ഗാസയിൽ നിന്നും ഒഴിപ്പിക്കാനാണ് കൂടുതലും നോക്കുന്നത്. ഇപ്പം നിലവിൽ ഗാസയുടെ ഭരണം ഹമാസിനാണ്, പക്ഷേ ആ ഭരണം പോലും ഇല്ലാതാക്കാനാണ് കൂടുതലും ട്രംപ് ഭരണകൂടം. അതുപോലെ തന്നെ ഹമാസിനെ ഗാസയിൽ നിന്നും ഇല്ലാതാക്കാനുള്ള ഒരു നീക്കത്തിലാണ് അറബ് രാജ്യങ്ങളെല്ലാം ഇപ്പം മുന്നോട്ട് പോകുന്നത്. അതെ, അതുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ കൂടുതലായിട്ട് അവർക്ക് പിന്തുണ നൽകുന്നത്. ഗാസ നിവാസികളെ ഒഴിപ്പിക്കില്ല, അല്ലെങ്കിൽ ട്രംപിനൊപ്പം നിൽക്കില്ല എന്നൊരു രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ നിൽക്കുന്നത്. ഇപ്പോൾ ഈജിപ്ത് മുന്നോട്ട് വെച്ച പദ്ധതിയാണെങ്കിൽ പോലും ഗാസയിലെ ജനങ്ങളെ അവർ പുറത്താക്കാതെ തന്നെ അവിടെ പുനരധിവാസം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഈജിപ്ത് മുന്നോട്ട് വെച്ചത്. അതിന് അറബ് രാജ്യങ്ങളെല്ലാം അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ട്രംപ് ഭരണകൂടം അതിന് സപ്പോർട്ട് നൽകുന്നില്ല. ഇപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ഭീഷണി സ്വരം അധികം തള്ളിക്കളയാൻ കഴിയുന്നതല്ല. കാരണം ട്രംപാണ് ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ആളുടെ മൈൻഡ് എപ്പോഴും മാറുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല. ആളെപ്പോഴും വളരെ ഒരു തന്ത്രശാലിയാണ്. ആള് പറയുന്ന വാക്കുകളെല്ലാം വളരെ വ്യക്തമായി കണക്ക് കൂട്ടിയതിന് ശേഷം മാത്രമേ ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തുകയുള്ളൂ. അപ്പൊ ഇതിന് പിന്നിൽ എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. അത് മാത്രമല്ല, ഈ അമേരിക്ക എന്ന് പറയുന്ന ഒരു ലോകശക്തിയാണെന്ന് നന്നായിട്ട് അറിയാം. ബാക്കിയുള്ളവരാരും പ്രത്യക്ഷത്തിൽ യുദ്ധത്തിന് നേരിട്ട് പോകാത്ത ഒരു രാജ്യമാണ്. അതുപോലെ നമ്മളിപ്പോ ഗാസയെ സ്വന്തമാക്കാനായിട്ട് ഇസ്രയേൽ ട്രംപ് കാല് കുത്തുകയാണെങ്കിൽ അറബ് രാജ്യങ്ങൾ, അതായത് ഇറാൻ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ അതിനെതിരെ എന്താണേലും ഒരു യുദ്ധത്തിലോട്ട് തന്നെ പോകും. കാരണം ഇറാൻ അടക്കം വലിയ രീതിയിൽ ട്രംപിനെതിരെ ഭീഷണി ഉയർത്തുന്നുണ്ട്, ഗാസ ഒരിക്കലും വിട്ടു നൽകില്ലെന്നുള്ളത്. അപ്പം ഇറാന്റെ ആണവശേഷി നമുക്കറിയാം. കാരണം ഇറാൻ ഒന്ന് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ അമേരിക്ക ചുട്ട് ചാമ്പലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പം ഇറാനെതിരെയും കൂടിയാണ് ട്രംപ് ഈ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആ ഭീഷണി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ചുട്ട് ചാമ്പലാക്കും, ബന്ദികളെല്ലാം വിട്ടയക്കണം, ആ ബന്ദികളെ അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ ശവശരീരങ്ങൾ പോലും തിരിച്ചു കിട്ടിയിട്ടില്ല അവർക്ക്. അപ്പൊ അങ്ങനെ സൂക്ഷിക്കുന്നവരെല്ലാം വളരെ വൈകൃതമുള്ളവരാണ്. അങ്ങനെയൊന്നും പറ്റില്ല, അവരെ വിട്ടുതരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്റെ അവസാനത്തെ വാക്കാണ്, അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അവസാന വാക്കാണ്, ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ കിട്ടണം, നാളത്തേക്കല്ല, അല്ലെങ്കിൽ ഇതിന്റെ പരിണിത ഫലം വളരെ വലുതായിരിക്കും എന്ന് തന്നെയാണ് ട്രംപ് തന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതെന്തായാലും വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട. ഇതിനെ എങ്ങനെ അറബ് രാജ്യങ്ങളും ഗാസയും ഹമാസും ഒക്കെ ഏറ്റെടുക്കും എന്നത് നമുക്കറിയില്ല. ഇനി ഇതിനെ ഒരു പ്രത്യാഘാതം അല്ലെങ്കിൽ ഇതിനെ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് കാണാതെ വീണ്ടും ആ വെല്ലുവിളി ഹമാസ് ഏറ്റെടുക്കുകയാണെങ്കിൽ വലിയൊരു യുദ്ധത്തിനായിരിക്കും നമ്മൾ ഇനി സാക്ഷ്യം വഹിക്കാൻ പോവുക. ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് 3ാം ലോക മഹായുദ്ധം അകലെയല്ലെന്നുള്ള കാര്യം. അതെ, അപ്പൊ എന്താണ് ട്രംപിന്റെ അടുത്ത് നീക്കുമെന്ന് നമുക്കിനി കണ്ടറിയാം. ഓക്കെ.